CPM-ന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ വലിയ മതസംഘടനകളുടെ മുസാവറയിലുള്ളവരെ പോലും ടൂളുകളായി ഉപയോഗിക്കുന്നു. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രം എന്നറിയപ്പെടുന്ന പാണക്കാട് സയ്യിദുമാരെ പച്ചക്ക് നിന്ദിക്കാനും പരിഹസിക്കാനും പുച്ഛിക്കാനും വരെ മതസംഘടനകളുടെ വേദികൾ ഉപയോഗപ്പെടുത്തുന്നു. ഏത് രീതിയിലും പറയാം എന്നിടത്തേക്ക് എത്തി നിൽക്കുന്നു. ഇപ്പോൾ അവസാനമായി CPM 2 ഗവൺമെന്റ് കമ്മിറ്റിയിൽ അവർക്ക് വിശ്വസ്തൻ എന്ന നിലയിൽ നിയമിച്ച മുക്കം ഉമ്മർ ഫൈസി എന്ന സമസ്ത മുഷാവറയിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം അവസാനം പറഞ്ഞതെന്താ? സയ്യിദ് റഹ്മാൻ ബാഫി തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും പൈതൃകം പറഞ്ഞ് സമസ്തയെ വരട്ടാൻ വരണ്ട. ഇത് ആരാ സമസ്തനെ വരട്ടാമെന്ന്? സമസ്തന്റെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ വിജയത്തിനായി മലപ്പുറം ജില്ലാ മഹല്ല് ഫെഡറേഷൻ സംഘടിപ്പിച്ച പരിപാടിയാണ് പാണക്കാട്ടെ പൈതൃക സമ്മേളനം. ആ സമ്മേളനത്തിൽ നിന്നുണ്ടായ ആഹ്വാനം 100ാം വാർഷിക സമ്മേളനം മഹാവിജയമാക്കാനുള്ള ആഹ്വാനവും പ്രാർത്ഥനകളുമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതേക്കുറിച്ച് പറയാ. സമ്മേളനം നടക്കാൻ ആഴ്ചകളുള്ളൂ. സമസ്തയെ വരട്ടാൻ നോക്കണ്ട. ആരവിടെ സമസ്തനെ വരട്ടിയത്? സമസ്ത എങ്ങനെ ആർക്കെങ്കിലും വരട്ടാൻ നിന്ന് കൊടുക്കുന്ന പ്രസ്ഥാനമാണോ? സമസ്തയോട് എല്ലാവർക്കും ആദരവല്ല ഉള്ളത്. സമസ്തയുടെ മുന്നിൽ സമസ്തയ്ക്ക് വേണ്ടി നിലയുറപ്പിച്ച കുടുംബങ്ങളല്ലേ ബാഫി തങ്ങളുടേത്, മഹാനായ പൂക്കോയ തങ്ങളുടേത്? ബാഫി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും പൈതൃകം തന്നെയല്ലേ സമസ്തക്കുള്ളത്? ബാഫി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും പൈതൃകം അംഗീകരിക്കാത്തവർക്ക് എങ്ങനെയാണ് സമസ്ത മുഷാവറയിലൊക്കെ ഇരിക്കാൻ കഴിയുക? ബാഫി തങ്ങളുടെയും പാണക്കാട് തങ്ങളുടെയും പൈതൃകത്തിൽ വിശ്വാസമില്ലെങ്കിൽ ആ മുഷാവറയിൽ നിന്ന് എഴുന്നേറ്റ് പോകണം, അല്ലെങ്കിൽ തൂക്കി പുറത്തിടാൻ തയ്യാറാകണം. അതല്ലേ വേണ്ടത്? രാഷ്ട്രീയ ഗുണ്ടകളുടെ ഭാഷയിൽ സംസാരിക്കുക, വരട്ടുക, അതിന് സ്വന്തമായി യൂട്യൂബിൽ ചാനലിൽ പോയിട്ട് സംസാരിച്ചോളണം.